ഒടുവിൽ എഡിറ്റേഴ്സ് ചോയ്സ് വിവാഹത്തിന്റെ 75ാം വാർഷികത്തിലെത്തിയ ദമ്പതിമാർ. കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളുമായി 75 വർഷങ്ങൾ. ആർപ്പുകരയിലെ മത്തായി അന്നക്കുട്ടി ദമ്പതിമാർ മധുര സ്മരണകൾ അയവിറക്കുകയാണ്. വീണ്ടും വർണ്ണമാല്യം ചാർത്തി. മക്കളും കൊച്ചുമക്കളും കുഞ്ഞുമക്കളുമായി ഇവർക്കുള്ളത് 66 പേർ. മാതൃദിനത്തിൽ ഈ വലിയ കുടുംബത്തെ പരിചയപ്പെടാം. ടോപ് 10 വീണ്ടും നാളെ. ശുഭരാത്രി. 1937 18-കാരനായ മത്തായി 15-കാരിയായ അന്നക്കുട്ടിയുടെ കൈപിടിച്ച് തുടങ്ങിയ ദാമ്പത്യ ജീവിതത്തിന്റെ ചുരുളുകൾക്ക് ഇന്നും ചോർന്നിട്ടില്ല. പഴയകാരൊക്കെ നല്ലല്ലോ ഓർക്കുന്നുണ്ട്. എനിക്ക് 15 വയസ്സേ ഉള്ളൂ, പുള്ളിക്ക് 18 വയസ്സ്. അപ്പോൾ കല്യാണം എന്നാണെന്ന് ഇന്നത്തെ പിള്ളേരെ പോലെ അന്നൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് കല്യാണത്തിന് ഞങ്ങൾ അവിടെ നിന്ന് വൈക്കത്തെ എൻ്റെ വീട് വള്ളത്താണ് പോരുന്നു. അപ്പോൾ ഒരുക്കി കൊണ്ടുപോകാൻ പറഞ്ഞു പോയി. ഇത്രയേ ഉള്ളതിനെ പിന്നെ പേടിയായിരുന്നു. അറിയാത്ത നാടും അറിയാത്ത മനുഷ്യർ. 10 മക്കളുടെയും 10 മരുമക്കളുടെയും 26 കൊച്ചുമക്കളുടെയും 20 കുഞ്ഞുമക്കളുടെയും മുന്നിൽ വീണ്ടും വിവാഹ ചടങ്ങുകളുടെ ഓർമ്മ പുതുക്കൽ നടന്നപ്പോൾ 94-കാരനായ മത്തായി വർക്കിക്ക് പഴയ കുസൃതി, 91-കാരിയായ അന്നക്കുട്ടി വർക്കിക്ക് പഴയ അതേ നാണം. 10 മക്കളെ വളർത്തുന്നതിനിടയിലും കൃഷിപ്പണിയുടെ തിരക്കിലും വഴക്കിടാൻ നേരം കിട്ടിയില്ല ഇവർക്ക്. ഈ സന്തോഷ ദാമ്പത്യത്തിന് പിന്നിലെ രഹസ്യം ക്ഷമയാണെന്നും ഭാര്യ ദേഷ്യപ്പെടുമ്പോഴും ചിരിക്കുമെന്നും മത്തായി ചേട്ടൻ പറയുന്നു. എനിക്ക് ദേഷ്യമില്ല, പുള്ളിക്കാരത്തേക്ക് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട്. അന്നേരം ഞാൻ ചിരിക്കും. അല്ലാതെ എന്നാ ചെയ്യും? ഞാൻ ഒരിക്കൽ പോലും പിണങ്ങി സംസാരിച്ചിട്ടില്ല. 75 വർഷം ഒരുമിച്ചോ എന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്ന പുതുതലമുറയോട് തെളിമയുള്ള ദാമ്പത്യം ജീവിച്ചു കാണിച്ചും സംതൃപ്തി നിറഞ്ഞ കുടുംബം കെട്ടിപ്പടുത്തും ഇവർ ഉത്തരം നൽകുന്നു. ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കോട്ടയം. എനിക്ക് ദേഷ്യമില്ല, പുള്ളിക്കാരത്തേക്ക് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട്. അന്നേരം ഞാൻ ചിരിക്കും. അല്ലാതെ എന്നാ ചെയ്യും? ഞാൻ ഒരിക്കൽ പോലും പിണങ്ങി സംസാരിച്ചിട്ടില്ല. ഇസ്രായേലിൻ